ത്രില്ലർ ഫാൻസ് ദൃഢം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എസ്പെഷ്യലി ഈ സിനിമയുടെ ക്ലൈമാക്സ് ട്വിസ്റ്റ്. ദിസ് ഇസ് ഡയറക്ടഡ് ബൈ മാർട്ടിൻ ജോസഫ് ആൻഡ് റിട്ടൺ ബൈ ലിൻറ്റോ ദേവസിയ ആൻഡ് ജോമോൻ ജോൺ. നിങ്ങളിപ്പോൾ കൊടുക്കുന്നത് 180 ആണെങ്കിലും 200 ആണെങ്കിലും 220 ആണെങ്കിലും ഈ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു സംതൃപ്തി ഈ സിനിമ കണ്ട് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഫീൽ ചെയ്യും, ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര പതിയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഇന്റർവൽ പോർഷൻ ആകുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആകെ ഒരു ചിന്തയെ ഉണ്ടാവുള്ളൂ, എന്തോ കണ്ടൊരു ഫീൽ, ഒരു ഇതിലുള്ള വികാരം തോന്നില്ല. അതിന്റെ ഒപ്പം തന്നെ ഓൾഡ് സ്കൂൾ സ്റ്റോറി ടെല്ലിംഗ്, ഓൾഡ് സ്കൂൾ ഫിലിം മേക്കിംഗ്, അതിന്റെ ഒപ്പം ഒരു ചെറിയൊരു സീരിയൽ മേക്കിംഗ്, പിന്നെ കുറച്ച് എഴച്ചിലൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ പടം പതിയെ ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങും. സസ്പെൻസ് പോർഷൻസ് ആണെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ സീൻസ് ആണെങ്കിലും പിന്നെ എസ്പെഷ്യലി സിനിമയുടെ ക്ലൈമാക്സ് ട്വിസ്റ്റ് ഞെട്ടിച്ച് കളയും. ഈ സിനിമയുടെ ക്ലൈമാക്സ് എത്തിയപ്പോഴാണ് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ്, ആ ഒരു ഫീലിംഗ് കിട്ടിയത്. ഭയങ്കരമായിട്ട് ത്രില്ലായിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് അവർ കഥ പറഞ്ഞിരിക്കുന്നത്. കുറെ ഫ്ലോസ് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ, പക്ഷെ എന്നാൽ പോലും ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് അത്യാവശ്യം രസം തന്നെയായിരുന്നു. അതേപോലെ നമ്മുടെ ഷൈനികം ആ SIയുടെ റോള് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ആ ഒരു ദേഷ്യപ്പെടുന്ന സീക്വൻസിലേക്ക് നമുക്ക് ശരിക്കും ആ ഒരു ഫീല് നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ ബാക്കിയുള്ള പോലീസ് ക്യാരക്ടേഴ്സ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സോളിഡ് പെർഫോമൻസ് തന്നെയാണ് എല്ലാവരുടെയും പേര് എടുത്തെടുത്ത് തന്നെ പറയാം. നമ്മുടെ കോട്ടയം രമേശ്, കൃഷ്ണപ്രഭ, സാനിയ ഫാത്തിമ, ദിനേശ് പ്രഭാകർ, ശോഭി തിലകൻ, നന്ദൻ ഉണ്ണി, ഇവരെല്ലാവരും വൃത്തിക്ക് തന്നെ ഇവരുടെ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മ്യൂസിക് ആ ഒരു ത്രില്ലർ മോഡ് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആകെ കളർ ഗ്രേഡിങ് ഭയങ്കര വീക്കായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ ഇതിന്റെ ക്യാമറ വർക്ക്, എസ്പെഷ്യലി സിനിമയുടെ ക്ലൈമാക്സിലോട് വരുമ്പോൾ ആ ഒരു സ്ക്രിപ്റ്റിനൊപ്പം തന്നെ ക്യാമറ സിനിമാറ്റോഗ്രാഫറും അഴിഞ്ഞാടിയിട്ടുണ്ട്. ഓവറോൾ ത്രില്ലർ ഫാൻസിന് മസ്റ്റ് വാച്ച് ആയ ഒരു സിനിമയാണ്. ആകെ വേണ്ടത് കുറച്ച് ക്ഷമയാണ്.